my dear students, welcome back to my channel, your online teacher. അപ്പോൾ അക്കൗണ്ടൻസി നിങ്ങൾ എന്തൊക്കെ പഠിക്കണ്ട എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം കേട്ടോ. എന്നാലാണ് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. കുറച്ച് ഭാഗം മാത്രം കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. വീഡിയോ ലാസ്റ്റ് വരെ കാണാം, എന്നിട്ട് അതനുസരിച്ചിട്ട് പഠിക്കാം. സ്കൂളിൽ ഇപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് NCERT ടെക്സ്റ്റ്, ഈ ഒരു ടെക്സ്റ്റാണ് ഫോളോ ചെയ്യുന്നതിന് ഇത് കംപ്ലീറ്റ് പഠിപ്പിക്കും അല്ലേ. പക്ഷേ നമ്മൾ ഇതേവരെയുള്ള കഴിഞ്ഞ എത്ര കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും എക്സാമിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിയാലും ചില ഭാഗത്ത് നിന്ന് ഒരിക്കലും ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണ്ട, ഇങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾ എക്സാമിൻ്റെ രീതിക്ക് പഠിപ്പിച്ച് ഫുൾ മാർക്കും A+ ഒക്കെ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾ ഫീസ് അടയ്ക്കുകയാണ്, ഫുൾ ഇയറിലേക്ക് ഒരുമിച്ച് ഫീസ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും 4 സബ്ജക്റ്റിനും കൂടിയിട്ട് 4,999 അടച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെ ഒരു റിഡക്ഷൻ, നല്ലൊരു റിഡക്ഷനൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് സബ്ജക്ട്സിന് ഓരോ സബ്ജക്ട്സിനായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഇഷ്ടം അനുസരിച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു അടുത്തിരുത്തി നിങ്ങളുടെ ടീച്ചറോ അല്ലെങ്കിൽ ഫ്രണ്ടോ അടുത്തിരുത്തി പറഞ്ഞു തരും പോലെ എല്ലാ ടോപ്പിക്കുകളും അവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആകും. സ്റ്റഡി മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാകും കേട്ടോ. വേറെ ഒന്നും നിങ്ങൾക്ക് പിന്നെ ആവശ്യം വരില്ല. അപ്പോൾ വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളൂ, കുറച്ച് പേരെ മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ആയിക്കോളാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ hi+2 എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അക്കൗണ്ടൻസിയിൽ നിന്ന് നിങ്ങൾ ഇതൊന്നും പഠിക്കണ്ട എന്നുള്ള ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഇത് പഠിക്കേണ്ട ആളുകളുണ്ട്. ആരാണ് പഠിക്കേണ്ട ആളുകൾ? എൻ്റെ ലക്ഷ്യം +2 ഫുൾ മാർക്കാണ് എന്നുള്ളവർ ഇത് പഠിക്കണം. അതല്ല A+ ഒക്കെയാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗത്തൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാതെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ബേസിക് കൺസെപ്റ്റ്സ് ആണ്, പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്. അതിലെ ലാസ്റ്റ് ഭാഗമായിട്ടുള്ള പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെ കാര്യമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടില്ല. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ ആ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് വരുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ്. ഈ ഭാഗത്തുനിന്ന് ഇതുവരെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഫൈനൽ അക്കൗണ്ട്സ് എഴുതാനും നമുക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിന് അത് ചോദിക്കുകയില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ, അതായത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയൊരു കാൽക്കുലേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. CBSEക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ് സിലബസ് ആരോടാണ് കേട്ടോ പറയുന്നത്. കാൽക്കുലേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഒക്കെ കണ്ടുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് പിന്നെ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കാണുന്നത്, അങ്ങനത്തെ ചോദ്യമൊന്നും സ്കൂളിൽ നിങ്ങൾ പഠിപ്പിച്ചാലും എക്സാമിന് ഇതുവരെ വന്നിട്ടില്ല. സോ ഈ ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഡിഗ്രിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതേ ചാപ്റ്ററിൽ തന്നെ വരുന്ന ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അഡ്മിഷനിൽ വരുന്ന ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതുവരെ അങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ദെൻ അതിൽ തന്നെ വരുന്ന ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അമംഗ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഇതേവരെ വന്നിട്ടില്ലാത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ റിട്ടയർമെൻറ്റിലേക്ക് വരുന്ന സമയത്ത്, റിട്ടയർമെൻറ്റ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് അവിടെ പാർട്ട്നേഴ്സ് ലോൺ എന്ന് പറയുന്ന, പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ വരുന്നുണ്ട്. അതിൽ 3 ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ടൈപ്പ് 3, മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം നമുക്ക് ആനുവിറ്റി വാല്യൂ തന്നിട്ടുള്ളത്, ആ ടൈപ്പ് ചോദ്യം ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ലാത്തതാണ് കേട്ടോ. പിന്നെ അതിലെ തന്നെ, അതായത് അഡ്മിഷനിലെ ആണെങ്കിലും അതുപോലെ തന്നെ റിട്ടയർമെൻറ്റിലെ ആണെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ ഡെത്ത് ഓഫ് എ പാർട്ട്ണറിൽ നിന്ന് പ്രോബ്ലംസ് അങ്ങനെ ഒത്തിരി ചോദിച്ച് കണ്ടിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ വന്ന് കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, ബാക്കി പിന്നെ ഡിസൊല്യൂഷനിലൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ തന്നെ പഠിക്കണം. അപ്പോൾ അക്കൗണ്ടൻസി +2 അക്കൗണ്ടൻസിയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലെ ടെസ്റ്റ് പേപ്പേഴ്സിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് മെയിൻ എക്സാമിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൺ എക്സാം കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം വരാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളാം. താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് നമ്പറിൽ hi+2 എന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.